ഇന്ന് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ അടപ്രഥമനിലേക്കുള്ള അട നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം കുത്തരി എടുത്തിട്ടുണ്ട്. ഈ കുത്തരി ഞാനിവിടെ 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരുത്തിട്ടുണ്ട്. കുത്തരി ആയതുകൊണ്ട് ഈ അരി കുതിർന്നെടുക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടുതലെടുക്കും, പച്ചരിയുടെ പോലെയല്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ വാഴല വേണം. പിന്നെ വാഴല കെട്ടാൻ വേണ്ടിയിട്ട് വാഴലയുടെ നാരും വേണം. ഇനി അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കലരി നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മാവിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാവിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവ് നമ്മളൊന്ന് ലൂസാക്കും. നമ്മൾ ഇഡ്ഡലി മാവിന്റെ പരുവായിരിക്കണം മാവിന്. അത് കഴിഞ്ഞിട്ട് ഇലയിലേക്ക് നമ്മൾ കൈ കൊണ്ടൊന്ന് തെളിച്ചു കൊടുത്തിട്ട് ഇല നമ്മൾ റോൾ ചെയ്ത് മടക്കും. അത് കഴിഞ്ഞിട്ട് വാഴനാല് വെച്ചിട്ട് വാഴല നമ്മൾ കെട്ടും. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് അട വേവിച്ചിടും. ഇനി വാഴല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിലോ പേപ്പറിൽ വെച്ചിട്ടും ഈ അട ഉണ്ടാക്കാം. അലുമിനിയം ഫോയിലോ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ അട കുറച്ചും കൂടി തിക്കായിട്ട് ഇരിക്കണം. പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി നെയ്യും വെളിച്ചെണ്ണയും നമ്മൾ കൂടുതൽ ചേർക്കണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ പേപ്പറിൽ അത് ഒട്ടിപ്പിടിക്കും. അത് രണ്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പായസത്തിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 4 തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 1-ാം പാല് ഞാനിവിടെ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്, 2-ാം പാല് 3 ലിറ്റർ എടുത്തിട്ടുണ്ട്, 3-ാം പാല് 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. ആ 2-ാം പാലാണ് കൂടുതൽ വേണ്ടത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ശർക്കര ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 ലിറ്റർ വെള്ളത്തിലാണ് ഈ ശർക്കര ഞാൻ ഉരുക്കിയെടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ജീരകത്തിന്റെ പൊടി വേണം, ചുക്കിന്റെ പൊടി വേണം, ഏലക്കായുടെ പൊടി വേണം. ഇത് 3 ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പായസത്തിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കാഷ്നട്ടും വേണം, തേങ്ങക്കൊത്തും വേണം, കിസ്മിസും വേണം. ഞാനിവിടെ തേങ്ങക്കൊത്താണ് കൂടുതൽ എടുത്തേക്കുന്നത്, കിസ്മിസ് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് 3 നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ പായസത്തിലേക്ക് ആവശ്യത്തിന് നെയ്യും വേണം. അപ്പൊ നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം അരി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അരി അരച്ചെടുക്കുമ്പോൾ ഈ ജാറിലേക്ക് നമ്മൾ അരി എല്ലാവരും ഒരുമിച്ചിടരുത്, കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പൊ നമുക്ക് അരി നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഈ അരിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഏറ്റവും ആദ്യം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഈ അരി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. എന്നിട്ട് നമ്മൾ അരി നന്നായിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അരി അരഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അരി നമ്മൾ നല്ല തിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ട് വേണം അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ബാക്കിയുള്ള റൈസ് നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പം അരി എല്ലാവരും നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മാവിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും ചേർക്കാം. ഏറ്റവും ആദ്യം വെളിച്ചെണ്ണ ചേർക്കാം, നെയ്യ് ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മാവിലേക്ക് വെളിച്ചെണ്ണയും നെയ്യൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മാവിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് നിന്ന് കുറച്ച് മാവ് എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലുമിനിയം ഫോയിലറിൽ ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതിൽ വെള്ളം ചേർക്കാം. ഈ മാവിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ മാവ് നല്ല കറക്റ്റ് പാകത്തിന് നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലായിരിക്കണം മാവ് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഇതേപോലെ കാണിക്കുമ്പോൾ മാവ് ഇതേപോലെ വെള്ളം പോലെ ഇങ്ങനെ വീഴണം, കട്ട കട്ട പോലെ വീഴരുത്. ഈ ഇലയിലേക്ക് നമുക്ക് ഈ മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നമുക്കിങ്ങനെ കോരി ഒഴിക്കാം. ഈ ഇലയുടെ ഒരു മുക്കാൽ ഭാഗം മാത്രം മാവ് ഒഴിച്ചാൽ മതി.
ഇവിടെ എട്ടത്തേക്ക് ഒഴിക്കണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇല നമ്മളിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ ഈ മാവ് ഏറ്റെട്ടത്തേക്ക് വന്നോളും. ഈ ഇല നമുക്ക് റോൾ ചെയ്ത് മടക്കാം. ഈ ഇല നമുക്കൊരു വാഴയില വെച്ചിട്ട് കെട്ടാം. ഇതേപോലെ എല്ലാ അടയും നമുക്ക് ഇങ്ങനെ വാഴയിലയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ അടയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം അടയിടാൻ വേണ്ടിയിട്ട്. ഈ അടയിടുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴയുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുത്തതിൻ്റെ ഹോളുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ ഇടണം. ഞാൻ കാണിക്കാം എങ്ങനെയാന്ന്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അങ്ങോട്ട് കയറും. ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ ഇടണം. ഈ അട നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ഈ അട നമുക്ക് വെന്ത് കിട്ടും. അപ്പം അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ അട എടുത്തിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. എടുക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് ചെരിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് വെച്ച അട നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം അട തുറക്കാൻ വേണ്ടിയിട്ട്. അലുമിനിയം ഫോയിലറിൽ ഉണ്ടാക്കുമ്പോൾ മാവ് ഇതേപോലെ നല്ല തിക്കായിട്ടിരിക്കണം. അത് നമ്മൾ അരച്ചെടുത്ത പോലെ തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇലയിലാവുമ്പോൾ പെട്ടെന്ന് വിട്ടുപോരും. പക്ഷെ അലുമിനിയം ഫോയിലറിലാവുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ഇതേപോലെ കുഴച്ചെടുക്കണം. നമുക്കൊരു അലുമിനിയം ഫോയിലർ എടുക്കാം. അലുമിനിയം ഫോയിലറിലാവുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു നൈഫ് വെച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തി കൊടുക്കണം. ഇതേപോലെ ചെറുതാക്കിയിട്ട് വേണം ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇല ഫോൾഡ് ചെയ്തെടുത്ത പോലെ തന്നെ. ഇനി ഇത് നമ്മൾ വാഴനാര് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ പതിഞ്ഞിരുന്നോളും. ഇനി ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. അലുമിനിയം ഫോയിലിൽ വെച്ച അടയും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. അത് നമുക്ക് വാഴയിലയുടെ അത്രയ്ക്ക് കനം കുറഞ്ഞ് നമുക്ക് അട കിട്ടില്ല. എന്നാലും കുറച്ച് നല്ല കനം കുറഞ്ഞതിന് നമുക്ക് കിട്ടും. അപ്പോൾ അടയെല്ലാം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അടയ്ക്ക് നല്ല കനം കുറഞ്ഞ അടയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അട എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അട നല്ല തണുത്ത വെള്ളത്തിലിട്ടിട്ട് അട നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഉരുളി വെച്ചിട്ട് ചൂടാക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഉരുളിയിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ ശർക്കരപ്പാനി ചേർക്കാം. ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ശർക്കരപ്പാനിയിലേക്ക് നമുക്ക് അട ചേർക്കാം. അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അട ചേർക്കാം. ഈ
ഈ ശർക്കരപ്പാനിയിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ഈ അട ശർക്കരപ്പാനിയിൽ നന്നായിട്ട് യോജിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് നെയ്യും 3-ാം പാലും ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അട ശർക്കരപ്പാനിയിൽ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ആ ശർക്കരപ്പാനിക്ക് നല്ല തിക്കായിട്ടുണ്ട്. ഈ അടയും നല്ല ചെറുതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. നമുക്കൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പം നെയ്യും ഇനി അത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3-ാം പാല് ചേർക്കാം. 3-ാം പാല് ചേർക്കുമ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചേർക്കാം. ആദ്യം നമുക്ക് പകുതി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട. അതിന് ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പായസത്തിന് പച്ചവെള്ളത്തിൻ്റെ കുത്തുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പതുക്കെ വറ്റി തുടങ്ങുമ്പോൾ ബാക്കിയുള്ള 3-ാം പാലും കൂടി ചേർക്കാം. ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചേർത്ത 3-ാം പാല് നന്നായിട്ട് തിളച്ച് പതുക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള 3-ാം പാലും കൂടി ചേർക്കാം. ഈ പായസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തേങ്ങാപ്പാലും ശർക്കരയും നന്നായിട്ട് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ അട നമ്മൾ വാഴയിലയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഇലയ്ക്ക് വാഴയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അലുമിനിയം ഫോയിലറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഈ 3-ാം പാലും ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർക്കണം. അപ്പം 3-ാം പാല് ചേർത്തും നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർക്കാം. രണ്ടാം പാല് ഞാനിപ്പോൾ മുഴുവൻ ചേർക്കണില്ല. ഞാനൊരു 3/4 ഭാഗം ചേർത്തു. ഇതൊന്ന് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ളതൊന്നും ചേർക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളി ചെറുതായതുകൊണ്ടാണ് 2-ാം പാല് ഞാൻ 2 പ്രാവശ്യമായിട്ട് ചേർക്കുന്നത്. ശരിക്കും 3-ാം പാല് മാത്രമേ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഈ 2-ാം പാല് പകുതി വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കായും ചുക്കും ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2-ാം പാലിൽ നിന്ന് കുറച്ച് 2-ാം പാൽ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ 3 പൊടികളും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ പായസത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പൊടികൾ നമ്മൾ നേരിട്ട് നമ്മൾ ഈ പായസത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൊടികളെല്ലാവരും പായസത്തിൽ കട്ട പിടിച്ചെടുക്കും. ഏലക്കായുടെ പൊടി ചേർക്കാം, ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, ചുക്കിൻ്റെ പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള തേങ്ങക്കൊത്തും കാഷ്നട്ടും കിസ്മസും നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യിൽ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് കിസ്മസ് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. 3ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വറുത്തെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3-നും 3 വേവാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വറുത്തെടുത്ത നെയ്യും നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ 2-ാം പാലും തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായും ചുക്കും ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. ഈ പായസത്തിലേക്ക് നമുക്ക് 2 നുള്ളു ഉപ്പ് ചേർക്കാം. അധികം ചേർക്കരുത്, 2 നുള്ളു മാത്രം ചേർത്താൽ മതി. പടയ്ക്ക് നന്നായിട്ട് ചെറുതായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടും തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. ഈ പായസം പതുക്കെ തിളച്ച് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം കാഷ്നട്ടും കിസ്മിസും തേങ്ങക്കൊത്തും ചേർക്കാം. നമ്മുടെ പായസത്തിന് ചെറുതായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ കാഷ്നട്ടും കിസ്മിസും തേങ്ങക്കൊത്തും ചേർക്കാം. ഈ
പായസത്തിലേക്ക് നമ്മൾ ആ തേങ്ങക്കൊത്തൊക്കെ വറുത്തെടുത്ത നെയ്യും കൂടിയും ചേർക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ നെയ്ക്ക് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വറുത്താനും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി ചേർക്കാം നമുക്ക്. അപ്പം നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പായസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള പായസമാണിത്. ഇതിലേക്ക് നമ്മൾ അട ചേർക്കുമ്പോൾ റെഡിമെയ്ഡ് അട വാങ്ങാണ്ട് അട നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് പായസം ഉണ്ടാക്കാം. അപ്പോഴായിരിക്കും ആ പായസത്തിൽ ശരിക്കുള്ള ടേസ്റ്റ് നമുക്കറിയാം.